നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നാളെയാണ്. ഇതിൻ്റെ നിശബ്ദ പ്രചരണമാണ് ഇന്ന് നടക്കുന്നത്. ഏതായാലും അവസാന ലാപ്പിലെത്തി വന്നപ്പോൾ കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അൻവർ ഈ പറഞ്ഞതുപോലെ ഒരു ഓളം ഉണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞില്ല. ഒരു 5000 വോട്ട് കിട്ടിയാൽ ഭാഗ്യം എന്ന ലെവലിലേക്ക് അൻവറും എത്തിയിരിക്കുന്നു. എങ്ങനെ കാണാം? അല്ല, ഇതെല്ലാം മാധ്യമങ്ങളിലൂടെയാണല്ലോ നമ്മൾ അറിയുന്നത്. എന്നാൽ ഞാൻ നിലമ്പൂരുള്ളൊരു 100-ൽ കുറയാത്ത ആളുകളുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ വിലയിരുത്തലുകൾ ആണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ വളരെ നേരത്തെ, അതായത് ഒരു 5-8 ദിവസം മുമ്പ് തന്നെ പലരുമായി സംസാരിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അൻവർ 5000 വോട്ടിൽ കൂടുതൽ പിടിക്കില്ല എന്ന്. അത് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ വെല്ലുവിളിച്ചവരുണ്ട്. ഒരു 10,000-വും 15,000-ത്തിനും ഇടയിൽ പിടിക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും പിടിക്കില്ല. ഇത് പ്രവചനമൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ കേരളത്തിലെ വോട്ടർമാരോട് ബഹുമാനമുണ്ട്. അവർ നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവർ ഈ രാഷ്ട്രീയക്കാരുടെ കയ്യാങ്കളികൾക്ക് ഒന്നും അവരുടെ അതൊന്നും കേൾക്കാതെ എന്താണ് പറയുക, ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നവരാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചില സമയത്ത് ഈ രാഷ്ട്രീയ ബോധമുള്ളവർ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുകയും രാഷ്ട്രീയ അടിമകൾ വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ചിലരൊക്കെ വിജയിച്ചു പോകുന്നതും ചിലർ തുടർഭരണം കൈയാളുന്നു. ഞാനത് ഭംഗിന്ദ്രനാണ് പറയുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുക തന്നെ ചെയ്യണം. എന്നാൽ 2 സ്ഥാനാർത്ഥികളും അർഹരല്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്തോളൂ. നോട്ടയ്ക്ക് വോട്ടിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ രാഷ്ട്രീയക്കാർക്ക് ബോധം തെളിയും എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഞാൻ ഇതിനെ ആമുഖമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. അൻവർ 5000 വോട്ടിൽ ഒതുങ്ങും. പിന്നെ സ്വരാജിനെ എന്തുകൊണ്ടാണ് നിലമ്പൂർ നിവാസികൾ പിന്തള്ളാൻ പോകുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവിടെ MLA ആയിരുന്നു ഒരിക്കൽ, പിന്നീട് തോറ്റുപോയി. വീണ്ടും അവിടെ ഒരു അംഗത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് CPM-ന് ഒരു ഉൾവിളി തോന്നി നേരെ സ്വരാജിനെ അവിടെ കൊണ്ടുവരുന്നു. സ്വരാജിനെ CPM-ൻ്റെ ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മാധ്യമങ്ങളുടെ നിരന്തരമായ വേട്ടയാടലുണ്ട്. അവിടെ ഒരു പാർട്ടി സ്ഥാനാർത്ഥി നിർത്താൻ ഭയമായതുകൊണ്ടാണ് CPM അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാമത്, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. ഇത് UDF മാത്രമല്ല, സാധാരണക്കാരും പറയുന്നു. അപ്പോൾ സ്വരാജിനെ പോലെ ആ സ്വന്തം മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാൽ ചിലപ്പോൾ വിജയിച്ചെങ്കിലോ, കാരണം സ്വരാജിന് അത്രയധികം ഇമേജ് ഉണ്ട് എന്നാണ് CPM പറയുന്നത്. അദ്ദേഹം എഴുത്തുകാരനാണ്. അതുകൊണ്ടാണല്ലോ സാഹിത്യ നായകന്മാർ, ബുദ്ധിജീവികൾ വന്നവിടെ പിന്തുണ പ്രഖ്യാപിച്ചത്. ആ പിന്തുണയെ ഞാൻ അപഹസിക്കുകയാണ്. കാരണം സാമൂഹ്യ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് രാഷ്ട്രീയ ബോധം വേണം. അത് വേണ്ടാതൊന്നുമല്ല. അത് ഏകപക്ഷീയമാവരുത്. ഇത് CPM പ്രവർത്തകർ, സാധാരണ അണികൾ കൊടി പിടിച്ച് ജാഥ നടത്തുന്ന പോലെ തന്നെ ഞാനതിനെ കാണുന്നുള്ളൂ. അതിനകത്ത് അവർക്ക് രാഷ്ട്രീയ വിശ്വാസം ഉണ്ടാകും. പക്ഷേ CPM-നെ സുഖിപ്പിക്കാൻ വേണ്ടി അടുത്ത ഒരു ടീമും കൂടെ CPM വരും എന്ന് അവർ കരുതുന്നു, അല്ലെങ്കിൽ പറഞ്ഞ് പരത്തിയിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നക്കാപ്പിച്ച എന്ന് തന്നെ ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രഹസനമായിരുന്നു ഈ നിലമ്പൂർ സാഹിത്യ കൂട്ടായ്മയും സാഹിത്യ മുന്നേറ്റം, ബുദ്ധിജീവികളുടെ മുന്നേറ്റം. അതുകൊണ്ടൊന്നും സാധാരണ വോട്ടർമാരുടെ മനസ്സിൽ കയറിക്കൂടാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്, മണ്ടത്തരമാണ്. അത് പ്രഥമ കാര്യം. ഇനി രണ്ടാമത്, ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് CPM-നെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ LDF-നെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. CPM അണികൾ മാത്രമാണ്, അല്ലെങ്കിൽ നേതാക്കന്മാർ മാത്രമാണ് ഇവിടെ യാതൊരു ഭരണവിരുദ്ധ വികാരവുമില്ല, ഇവിടെ വികസന നേട്ടങ്ങൾ. ഇപ്പോൾ വന്നിരുന്ന ചാനലിലൊക്കെ, ഈ ചാനൽ ചർച്ചയിൽ വരുന്ന അടിമകൾ പറയുന്നത് കേൾക്കാം. ഞങ്ങൾ 900 കാര്യങ്ങൾ പറഞ്ഞു പ്രകടന പത്രികയിൽ, ആ 900വും ഞങ്ങൾ നടപ്പിലാക്കി, ഇനിയും നടപ്പിലാക്കാൻ എഴുതാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ. 2500 രൂപ ക്ഷേമ പെൻഷനാക്കുമെന്ന് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. നിങ്ങളത് പ്രാവർത്തികമാക്കിയോ? ഇപ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോൾ
ആ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പോലും കുറേശ്ശെ കൊടുത്തു തീർക്കുന്നത് വോട്ടിന് വേണ്ടിയല്ലേ? അതെ. ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ലെന്നാണോ കരുതുന്നത്? അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട്, സ്വരാജിന് വോട്ട് ചെയ്യില്ല. മൂന്നാമത്തെ കാര്യം, സ്വരാജ് ബുദ്ധിജീവിയാണെന്ന് ആരാ പറഞ്ഞത്? സ്വരാജ് പിണറായി വിജയനെ സ്തുതിക്കുന്ന ഒരു CPM സ്ഥാനാർത്ഥി. ഞാൻ അടിമ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പ്രത്യേക മമത ഷൗക്കത്തിനോടുള്ളത് കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അൻവറിനോട് ദേഷ്യവുമില്ല, സ്വരാജിനോടുള്ള ദേഷ്യമുണ്ട്. കാരണം നേതൃത്വത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം അഴിമതി നടത്തുമ്പോൾ അതിനെ ചൂട്ടുപിടിക്കുക, കുടപിടിക്കുക ചെയ്യുന്ന അണികളടക്കം തെറ്റുകാരാണ്. സ്വന്തം പാർട്ടിയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് മഹത്വം. അപ്പോൾ ചിലപ്പോൾ സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. ഈ സുഖപ്പീര് കൊണ്ട്, സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സ്ഥാനങ്ങളാണ്, കസേരകളാണ്. അതിനുവേണ്ടി നിരന്തരമായി ഈ നേതൃത്വത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വരാജിനോട് അത്തരത്തിൽ എനിക്ക് ദേഷ്യമുണ്ട്. പക്ഷെ നിലമ്പൂരെ ജനങ്ങളോട്, വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോൾ സ്വരാജ് ജയിച്ചാൽ, ജയിക്കില്ല എന്നാലും ഞാൻ പറയുകയാണ്, ഒരു സാധ്യത, ജയിച്ചാൽ വീണ്ടും LDF അധികാരത്തിൽ വരും എന്നൊരു ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകും. ഇനി ഒരിക്കൽ കൂടി LDF മന്ത്രിസഭ വന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ ദയനീയമാവും. 5 ലക്ഷത്തിലധികം കോടി കടമായിരിക്കുന്ന സ്ഥലത്ത് ഇനി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ അതോടെ ആ പാർട്ടി നശിക്കുമെന്നുള്ളത് സത്യം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നശിക്കും. 5 ലക്ഷം എന്നുള്ളത് 10 ലക്ഷം കോടിയിലേക്ക് പോകും. അതോടെ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് വരെ ലക്ഷക്കണക്കിന് കടമാകുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടാകും. ചെറുപ്പക്കാർ നാട് വിട്ടു പോകും. ഈ അവസ്ഥ കേരളത്തിനുണ്ടാവരുത്. കേരളത്തിന് ഒരു മാറ്റം ആവശ്യമാണെന്ന്. 10 വർഷം ഒരേ പാർട്ടി തന്നെ ഭരിക്കുക, അല്ലെങ്കിൽ ഒരേ മുന്നണി തന്നെ ഭരിക്കുക, ഒരേ മുഖം കണ്ടുകൊണ്ടിരിക്കുക, അത് തന്നെ ഒരു ബോറടിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരുടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാ പദവികളും വെച്ച് നീട്ടുക. ഇപ്പോൾ തന്നെ PSCയിൽ 1ാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾ 2026 അവരുടെ പട്ടിക അവസാനിക്കുകയാണ്. അവർക്ക് ജോലി കൊടുത്തിട്ടില്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് താൽക്കാലിക നിയമനം കൊടുത്തുകൊണ്ട് പിന്നീട് അവരെ അവിടെ ആ സ്ഥാനം അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുക. ഇതല്ലേ സംഭവിക്കുന്നത്? ആ PSC പരീക്ഷ കഷ്ടപ്പെട്ടെഴുതിയ 1ാം റാങ്കുകാർക്ക് ജോലി കൊടുക്കുന്നില്ല, നിയമനം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരെന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇവരുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്താൽ ഒരു ജോലി കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ കുടുംബത്തിൻ്റെ വോട്ട്, അധികാരം നിലനിർത്തുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, പോക്കറ്റിൽ പണം നിറയ്ക്കുക എന്ന് മാത്രമാണോ ലക്ഷ്യം? ജനങ്ങളോട് ഒരു ബാധ്യതയില്ലേ? 2 വട്ടം അധികാരത്തിലെത്തിച്ചിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? പുതിയതായി എന്ത് ചെയ്തു? ജനങ്ങളുടെ കഷ്ടപ്പാടിന് അറുതി വന്നിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞാൽ തീരാത്തത്ര കുഴപ്പങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പോൾ വന്യമൃഗങ്ങൾ എത്രയോ പേരെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ കണ്ണൂരിൽ 51 പേരെയാണ് പേപ്പട്ടി കടിച്ചിരിക്കുന്നത്. പേപ്പട്ടിയാണോ? കോവിഡ് ഇപ്പോൾ അപകടകരമായ രീതിയിൽ വരികയാണ്. അതെ, കോവിഡ് വ്യാപിക്കുന്നു. അതുമാത്രമല്ല, ഈ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ നിലമ്പൂർ പ്രവർത്തിക്കുക, വെറും 8 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ അനാസ്ഥയായിട്ട് കിടക്കുന്നൊരു സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നിലമ്പൂർ പോയി കിടക്കുന്നത്. അല്ല, അപ്പോൾ ഈ 1 മാസമൊക്കെ ഇങ്ങനെ മാറി നിന്നാൽ കേരളത്തിൽ അവർ തിരുവനന്തപുരത്തിരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ മന്ത്രിസ്ഥാനത്തിൻ്റെ പോലും കാര്യമില്ലെന്ന്. ഇത് പാർട്ടി ഘടകങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നണിയിലുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ 20 മന്ത്രിമാർ? എന്തിനാണ് ഈ കൊച്ചു കേരളത്തിൽ 20 മന്ത്രിമാരുടെ ആവശ്യം? ഇവരെന്താണ് ചെയ്യുന്നത്? ബ്യൂറോക്രാറ്റുകളല്ലേ ഇവിടെ ഭരിക്കുന്നത്? അവർ കൊടുക്കുന്ന ഫയലിൽ ഒപ്പുവെക്കാനല്ലാതെ വേറെ എന്താ അറിയാം? ഇപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു അറിയിപ്പിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അറിയിപ്പിൽ അക്ഷരത്തെറ്റുകളുടെ മാലയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഈ മന്ത്രിമാർക്കൊന്നും ഒരു ധാരണയില്ല. അവരൊക്കെ ഏറാമൂളികളാണ്. ഇവിടെ ഒരു കപ്പലുണ്ട് സാർ, ക്യാപ്റ്റനുണ്ട് സാർ എന്നൊക്കെ പറയാനല്ലാതെ, അതാണ് മണിയടിക്കുക, സൂഹിപ്പിക്കുക. അതിനപ്പുറത്തേക്ക്
ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂരെ ജനങ്ങളോട് ഇപ്പോൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു, വീണ്ടും പറയുന്നു, നിലമ്പൂർ സ്വരാജ് തോൽക്കും. അൻവർ രാഷ്ട്രീയത്തിൽ അപ്രസക്തനാവും. തൃണമൂൽ കോൺഗ്രസ് ചിലപ്പോൾ ഈ ഇലക്ഷന് ശേഷം അദ്ദേഹത്തെ എടുത്തങ്ങ് പുറത്തെറിയാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ രാഷ്ട്രീയം ഉപജീവനമാക്കിയവർക്ക് ഒരു പാഠമാവട്ടെ നിലമ്പൂർ ഇലക്ഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.